നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇത് ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 6th സെമസ്റ്ററിലെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ മൊഡ്യൂൾ 3A ആയിട്ടുള്ള ഫണ്ട് ഫ്ലോ അനാലിസിസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഇല്ലുസ്ട്രേഷൻ 7 ആണ്. അപ്പോൾ നോക്കിയാൽ ഇല്ലുസ്ട്രേഷൻ 7 പറഞ്ഞിരിക്കുന്നത് ഫോളോയിങ് ആർ ദ സമ്മറൈസ്ഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ഈസ്റ്റ് കോസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പനി ലിമിറ്റഡ് ആസ് ഓൺ 31st December 2015 ആൻഡ് 16. 2015-2016 ബാലൻസ് ഷീറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റൽ 2015 2 ലക്ഷം, 2016 2,50,000. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് നോട്ട്സ് ടു അക്കൗണ്ടിനകത്ത് 1 എന്ന് തന്നിട്ടുണ്ട്. അതായത് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോട്ട്സ് ടു അക്കൗണ്ടിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ജനറൽ റിസർവ് 2015 50,000, 2016 60,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് 2015 30,500, 2016 30,600. ഇനി അടുത്ത എന്താണ്? ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ്, അതിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ദെൻ നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ലോങ് ടൈം ബോറോവിങ്സ് എന്ന് പറഞ്ഞിട്ട് 10% ബാങ്ക് ലോൺ എന്ന് പറഞ്ഞ് 2015 70,000 ഉണ്ട്, 2016 ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ദെൻ കറണ്ട് ലയബിലിറ്റീസ് ട്രേഡ് പേയബിൾസ്, അതിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് 1,50,000 ആണ് 2015 ഉള്ളത്, 1,35,200 2016 ഉണ്ട്. ദെൻ ഷോർട്ട് ടൈം പ്രൊവിഷനകത്ത് പ്രൊവിഷൻ ഫോർ ടാക്സ് 30,000, 2016 35,000. അങ്ങനെ ലയബിലിറ്റീസ് കഴിഞ്ഞു. ഇനി അസറ്റ്സിനകത്ത് നോൺ കറണ്ട് അസറ്റ്സിനകത്ത് ഫസ്റ്റ് ഫിക്സഡ് അസറ്റ് ആണ്. അതിൽ ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നോട്ട്സ് ടു അക്കൗണ്ടിൽ 2 തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും പ്ലാന്റ് ആൻഡ് മെഷീനറി ആണുള്ളത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2015 2 ലക്ഷം, 2016 1,90,000. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 2015 1,50,000, 2016 1,69,000. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നിട്ട് ഗുഡ് വിൽ തന്നിട്ടുണ്ട്. 2015 ഇല്ലായിരുന്നു, 2016 5,000 എന്ന് തന്നിട്ടുണ്ട്. ദെൻ കറണ്ട് അസറ്റ്സ് ഇൻവെന്ററി എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് 1,74,000. ദെൻ ട്രേഡ് റിസീവബിൾസിനകത്ത് ഡെപ്റ്റേഴ്സ് മാത്രമാണ് 80,000, 64,200. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞിട്ട് അതും നമുക്ക് നോട്ട്സ് ടു അക്കൗണ്ടിൽ തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് 500, 2016 600. ക്യാഷ് അറ്റ് ബാങ്ക് 2015 ഒന്നും തന്നെ ഇല്ല, 2016 8,000. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഡിവിഡൻഡ് ഓഫ് ₹23,000 വാസ് പെയ്ഡ് അല്ലേ. ഇവിടെ 23,000 രൂപ നമ്മൾ ഡിവിഡൻഡ് അടച്ചു. ദെൻ ഇൻകം ടാക്സ് 28,000 രൂപ അടച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അക്കൗണ്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഡൻഡ് എന്ന് പറയുമ്പം പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? അത് വരയ്ക്കണ്ട. പക്ഷേ ഇവിടെ ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? ഇവിടെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? അതിൻ്റെ അക്കൗണ്ട് വരയ്ക്കുക. ദെൻ അടുത്തയായിട്ട് പറഞ്ഞിരിക്കുന്നത് അസറ്റ്സ് ഓഫ് അനദർ കമ്പനി വെയർ പർച്ചേസ്ഡ് ഫോർ എ കൺസിഡറേഷൻ ഓഫ് 50,000 പേയബിൾ ഇൻ ഷെയർസ്. ദ ഫോളോയിങ് അസറ്റ്സ് വെയർ പർച്ചേസ്ഡ്. നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റൊരു കമ്പനിയുടെ അസറ്റ്സ് വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ 50,000 ഷെയർസ് ആണ് കൊടുത്തത് അല്ലേ. നമ്മൾ ഷെയർസ് ആയിട്ട് കൊടുത്തു. ആ കമ്പനിയിൽ നിന്ന് വാങ്ങിയ അസറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്റ്റോക്കും മെഷീനറിയാണ്. അപ്പം നമ്മൾ സ്റ്റോക്ക് 20,000 രൂപയുടെ സ്റ്റോക്കും 25,000 രൂപയുടെ മെഷീനറിയാണ് നമ്മൾ വാങ്ങിയത്. അതിനു വേണ്ടി നമ്മൾ എത്ര കൊടുത്തു? 50,000 രൂപയുടെ ഷെയർ ആണ് നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കിയേ, മെഷീനറി വാസ് പർച്ചേസ്ഡ് ഫോർ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു മെഷീനറി 8,000 രൂപയുടെ മെഷീനറി വാങ്ങി. പിന്നെ ഡിപ്രീസിയേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. ബിൽഡിങ്ങിന് 10,000, മെഷീനറിക്ക് 14,000 ആണ് എന്ത്? ഡിപ്രീസിയേഷൻ. ദെൻ ബാങ്ക് ലോൺ എന്ത് ചെയ്തു? നമ്മൾ റീപേ ചെയ്തു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ഇവിടെ ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ട് 2015 70,000 ഉണ്ടായിരുന്നു, 2016 അത് ഇല്ല. ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? നമ്മൾ ആ ബാങ്ക് ലോൺ തിരിച്ചടച്ചു എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മളത് മനസ്സിലാക്കുക. പക്ഷേ ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ അത് പറയുന്നുണ്ട്. 1/1/2016 ബാങ്ക് ലോൺ നമ്മൾ തിരിച്ചടച്ചു എന്നുള്ളത്. ഇപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരച്ചു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള കറണ്ട് അസറ്റ്സ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ്സ്. അപ്പോൾ കറണ്ട് അസറ്റ്സിനകത്ത് ആദ്യം എഴുതേണ്ട ഐറ്റം എന്താണ്? സ്റ്റോക്ക്. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റോക്ക് എഴുതാം. 2015 എമൗണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. 2016 എമൗണ്ട് എന്ന് പറയുന്നത് 74,000. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തേക്കാണ്? സ്റ്റോക്ക് കുറഞ്ഞിരിക്കുകയാണല്ലേ. സ്റ്റോക്ക് കുറഞ്ഞാൽ അതിനർത്ഥം എന്താണ്?
നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്തു എന്നാണ്. അപ്പൊ നമ്മൾ ഈ ഇൻക്രീസ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയോ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞോ എന്നുള്ളതാണ്. അപ്പൊ കറണ്ട് അസറ്റ് ആയ സ്റ്റോക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സ് ഏതായിക്കോട്ടെ കറണ്ട് അസറ്റ്സ് കുറഞ്ഞാൽ അത് വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു എന്നാണ്. അപ്പൊ ഇവിടെ എത്രയാണ് 26,000 രൂപ ഡിക്രീസിന്റെ കോളത്തിൽ കാണിക്കും. കാരണം 26,000 രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് കുറവ് വന്നു. ദെൻ രണ്ടാമത്തെ ഐറ്റമാണ് എന്ത് ഡെപ്റ്റേഴ്സ്. നമ്മൾ എഴുതാം ഡെപ്റ്റേഴ്സ്. എന്നിട്ട് 2015 എമൗണ്ട് 80,000 ആണ്. 2016 എമൗണ്ട് 64,200 എന്നതാണ്. ഇവിടെ എന്ത് ചെയ്തേക്കാണ് ഡെപ്റ്റേഴ്സ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ കറണ്ട് അസറ്റ് കുറഞ്ഞാൽ എന്തായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു എന്നാണ്. അപ്പൊ ഇതും എവിടെയാണ് ഡിക്രീസ്ഡ് കോളത്തിലാണ് 15,800. ഇനി അടുത്ത എന്താണ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡിന്റെ എമൗണ്ട് ഇത്രയൊക്കെയാണ്. 2015 500, 2016 600. ഇവിടെ എന്ത് ചെയ്തേക്കാണ് ഇൻക്രീസ് ചെയ്തേക്കാണ്. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയെന്നാണ് അർത്ഥം. എത്രയാണ് 100 നമ്മൾ ഇൻക്രീസിന്റെ കോളത്തിൽ കാണിക്കാം. അടുത്ത എന്താണ് ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക് 2015 എമൗണ്ട് ഒന്നും തന്നെ ഇല്ല. 2016 എത്ര രൂപ വന്നിട്ടുണ്ട് 8,000 രൂപ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ് കൂടിയൊക്കെ അല്ലേ. അപ്പൊ എവിടെയാണ് ഇൻക്രീസ്ഡ് കോളത്തില് 8,000 എന്ന് കാണിക്കും. അപ്പൊ നമ്മളുടെ കറണ്ട് അസറ്റ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്തു. ഇനി എന്ത് ചെയ്യുക കറണ്ട് അസറ്റ്സിന്റെ കോളം ടോട്ടൽ ചെയ്യുക. 2015 2016 മാത്രം ടോട്ടൽ ചെയ്യുക. അപ്പൊ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും 1,80,500 എന്ന് 2015 എമൗണ്ട് കോളം വരും. 2016 1,46,800 എന്നും വരും. ഇനി അടുത്ത എന്താണ് കറണ്ട് ലൈബിലിറ്റി ആണ്. അപ്പൊ നമുക്ക് ഹെഡിങ് കൊടുക്കാം കറണ്ട് ലൈബിലിറ്റീസ്. കറണ്ട് ലൈബിലിറ്റീസിനകത്ത് ആകെ ഒറ്റ ഐറ്റേ ഉള്ളൂ എന്താണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. അപ്പൊ നമുക്ക് എഴുതാം സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് 2015 1,50,000 ആയിരുന്നു. 2016 എമൗണ്ട് എത്രയാണ് 1,35,200. അപ്പൊ ഇവിടെ എന്ത് ചെയ്തേക്കാണ് കറണ്ട് ലൈബിലിറ്റി ആയ സൺട്രി ക്രെഡിറ്റേഴ്സ് കുറഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക കറണ്ട് ലൈബിലിറ്റി കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി എന്നാണ്. നമ്മുടെ ബാധ്യത കുറയുമ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും എന്നതാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഇൻക്രീസ്ഡ് കോളത്തിൽ വേണം കാണിക്കാൻ. എത്രയാണ് ഡിഫറൻസ് 14,800. ഇനി നമുക്ക് എന്ത് ചെയ്യാം കറണ്ട് ലൈബിലിറ്റിയുടെ കോളവും ടോട്ടൽ ചെയ്യാം. ഇവിടെ ഒറ്റ ഐറ്റേ ഉള്ളൂ അതുകൊണ്ട് അത് തന്നെ എടുത്തെഴുതാം. 1,50,000 1,35,200. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിനി വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് കറണ്ട് അസറ്റ്സിന്റെ ടോട്ടലിൽ നിന്നും കറണ്ട് ലൈബിലിറ്റിയുടെ ടോട്ടൽ കുറയ്ക്കുമ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത്. അപ്പൊ നമുക്കിനി അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മേളിലോട്ട് അത് ചെയ്യാം. ഞാനിവിടെ ഈ കറണ്ട് ലൈബിലിറ്റിയുടെ ടോട്ടൽ ഇങ്ങോട്ട് കാണിച്ചേക്കാണ്. ഇനി എന്താ ചെയ്യേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ എഴുതുക സി എന്ന് പറഞ്ഞിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കാണിക്കുക. എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതുക. ഇവിടെ കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലൈബിലിറ്റി കുറയ്ക്കുന്നത് കൊണ്ട് നമ്മൾ A - B. കാരണം കറണ്ട് അസറ്റ്സ് നമ്മൾ A എന്നായിരുന്നു കൊടുത്തിരുന്നത് കറണ്ട് ലൈബിലിറ്റി B എന്ന്. അതാണ് A - B എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പൊ കറണ്ട് അസറ്റ്സിന്റെ 2015 ടോട്ടൽ എത്ര ആയിരുന്നു 1,80,000 ആയിരുന്നു. ആ 1,80,000 നിന്നും കറണ്ട് ലൈബിലിറ്റിയുടെ ടോട്ടൽ ആയിട്ടുള്ള 1,50,000 കുറയ്ക്കുമ്പം നമുക്ക് എത്ര കിട്ടും 30,500 എന്ന് കിട്ടും. ഈ 30,500 എന്ന് പറയുന്നത് എന്താണ് 2015 വർക്കിംഗ് ക്യാപിറ്റലാണ്. 2016 അസറ്റ്സ് എത്രയായിരുന്നു 1,46,800 ആയിരുന്നു. അതിൽ നിന്നും കറണ്ട് ലൈബിലിറ്റിയുടെ ടോട്ടലായ 1,35,200 കുറയ്ക്കുമ്പം 11,600 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു 2 വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ ഇൻക്രീസ് കോളം എല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് എഴുതുക. അപ്പൊ ഇൻക്രീസ് കോളം എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പം 22,900 കിട്ടും. ഡിക്രീസ് കോളം എല്ലാം കൂടെ ടോട്ടൽ ചെയ്തപ്പം 41,800 കിട്ടി. അപ്പൊ ഇത്ര എഴുതിയിടുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ബാലൻസ് ചെയ്യണം. അപ്പൊ നോക്കിയേ ഇവിടെ 30,500 ആണ്. അപ്പൊ ഈ 30,500 നിന്നും 11,600 കുറയ്ക്കുമ്പോൾ ബാലൻസ് കിട്ടും. അപ്പൊ ഇവിടെ എത്ര വരും 18,900 എന്ന് കിട്ടും. അപ്പൊ അത് കിട്ടി. ഇനി അതേപോലെ അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക ബാലൻസ് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കി ഈ 2 എമൗണ്ട് അതായത് ഇൻക്രീസിന്റെയും ഡിക്രീസിന്റെ ടോട്ടലില് വലുത് ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യുക ഗ്രാൻഡ് ടോട്ടലിനകത്ത് എഴുതുക. ഇവിടെ 41,800 ആണ് വലുത്. അപ്പൊ അത് 2 ടോട്ടൽ കോളത്തിൽ എഴുതിയിട്ട് ഇനി എന്ത് ചെയ്യാം 41,800 നിന്നും 22,900 കുറയ്ക്കുമ്പം ഇവിടെ നമുക്ക് 18,900 രൂപയുടെ ഡിഫറൻസ് വരും. ഓക്കെ.
അപ്പോൾ നോക്കിയേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, 2015 30,500 2016 11,600 ഉള്ളൂ. അതായത് 18,900 രൂപയുടെ ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയും ഇൻക്രീസ് കോളമാണ് കുറവ്, ഡിക്രീസ് കോളമാണ് കൂടി നിൽക്കുന്നത്. അപ്പം 18,900 രൂപയുടെ ഡിഫറൻസ് അവിടെയും വന്നു. അപ്പം ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. കാരണം കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും നമ്മൾ ഇത്രയും വർക്കിംഗ് ക്യാപിറ്റൽ കുറവാണ് ഈ വർഷം ഉപയോഗിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി, ഇവിടെ ഡിക്രീസ് കോളമാണ് കൂടി നിൽക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് എഴുതാം നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം നമുക്ക് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി. ഇനി നമുക്ക് എന്ത് വരയ്ക്കണം, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ വരയ്ക്കണം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കാരണം നമുക്കിവിടെ അഡ്ജസ്റ്റ്മെന്റ് അല്ലെ അഡീഷണൽ ഇൻഫർമേഷൻ അത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, അക്കൗണ്ട്സ് വരയ്ക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്ന് നോക്കിയിട്ട് ഏതൊക്കെ അക്കൗണ്ട്സ് ആണെന്ന് വെച്ചാൽ അത് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം തന്നെ ഫസ്റ്റ് അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നത് ഡിവിഡൻഡിന്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്നൊരു ഐറ്റം ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് അക്കൗണ്ട് വരയ്ക്കേണ്ട. എന്നാൽ അതിനോടൊപ്പം തന്നെ എന്ത് പറയുന്നുണ്ട്, ഇൻകം ടാക്സ് പെയ്ഡിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം, പ്രൊവിഷൻ ഫോർ ടാക്സ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ എന്തുണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ടേം പ്രൊവിഷനിൽ ഒരു ഐറ്റം തന്നിട്ടുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അതിന്റെ അക്കൗണ്ട് വരയ്ക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവിഷൻ ഫോർ ടാക്സിന്റെ അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ എഴുതാം പ്രൊവിഷൻ ഫോർ ടാക്സ്. അപ്പോൾ നോക്കിയേ നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതുക. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് ലൈബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഓപ്പണിംഗ് എവിടെ വരേണ്ടത്, ക്രെഡിറ്റ് സൈഡിലാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം ബൈ ബാലൻസ് ബ്രോ ഡൗൺ. എമൗണ്ട് എത്രയാണ് തന്നിരിക്കുന്നത്, 30,000 ആണ്. അതായത് 2015 ബാലൻസ് ആണ് ഇവിടുത്തെ ഓപ്പണിംഗ് ആയിട്ട് എഴുതേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2016 ബാലൻസ് എന്തായിരിക്കും, ക്ലോസിംഗ് ആണ്. ക്ലോസിംഗ് ആണ് ഡെബിറ്റ് സൈഡിൽ എഴുതുക. ടു ബാലൻസ് ക്യാരി ഡൗൺ. എമൗണ്ട് എത്രയാണ്, 35,000. അപ്പം നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കി ഓപ്പണിങ്ങും എഴുതി ക്ലോസിങ്ങും എഴുതി. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ അത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻകം ടാക്സ് പെയ്ഡ് 28,000. ഈ വർഷം നമ്മൾ ഇൻകം ടാക്സ് അടച്ചത് എത്രയാണ്, 28,000 ആണ്. ഇൻകം ടാക്സ് അടയ്ക്കുമ്പോൾ എൻട്രി എന്താണ്, ഇൻകം ടാക്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നല്ലേ. അതായത് നമ്മൾ ടാക്സ് അടയ്ക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവും. ക്യാഷ് പോവുമ്പോൾ എവിടെ എഴുതേണ്ടത്, ഡെബിറ്റ് സൈഡിൽ എഴുതുക ടു ക്യാഷ്. എത്രയാണ് എമൗണ്ട്, 28,000. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഇവിടെ കൂടി നിൽക്കുന്നത് എവിടെയാണ്, ഡെബിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത് അല്ലേ. 28,000 35,000. അപ്പം നമുക്ക് ആ എമൗണ്ട് തന്നെ ടോട്ടലിൽ എഴുതാം. എത്ര വരും, 63,000 വരും. അപ്പം രണ്ട് സൈഡും എഴുതുക 63,000. നോക്കിയേ 63,000 നിന്ന് 30,000 കുറയ്ക്കുമ്പം 33,000 രൂപയുടെ ഒരു ഡിഫറൻസ് ആണ് ക്രെഡിറ്റിൽ വന്നിരിക്കുന്നത് അല്ലേ. ക്രെഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ഈ വർഷം നമ്മൾ ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന തുകയാണ്. അങ്ങനെ മാറ്റി വെക്കുന്നത് എവിടെയാണ്, പ്രോഫിറ്റ്. നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണ് മാറ്റി വെക്കുന്നത്. അപ്പോൾ അതിന് നേരെ എഴുതുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് ബാലൻസിങ് ഫിഗർ ആയതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റിൽ B⁻F എന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് എഴുതി ക്ലോസിംഗ് എഴുതി. ക്വസ്റ്റ്യനിൽ പെയ്ഡ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിവിടെ ടു ക്യാഷ് എന്ന് എഴുതുക. ഡിഫറൻസ് അത് എവിടെയാണ്, ക്രെഡിറ്റിലാണ്. അതിന് നേരെ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. കാരണം ഈ വർഷം നമ്മൾ എന്ത് ചെയ്തു, പ്രോഫിറ്റിൽ നിന്ന് അടുത്ത വർഷം അടയ്ക്കുക നമ്മൾ മാറ്റി വെക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തു, ടാക്സ് മാറ്റി വെച്ചു 33,000. അതുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത അഡ്ജസ്റ്റ്മെന്റ് നോക്കിയിട്ട് ഏത് അക്കൗണ്ടാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അസറ്റ്സ് ഓഫ് അനദർ കമ്പനി വെയർ പർച്ചേസ്ഡ് ഫോർ എ കൺസിഡറേഷൻ ഓഫ് 50,000 പേയബിൾ ഇൻ ഷെയർസ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ മറ്റൊരു കമ്പനിയുടെ അസറ്റ്സ് വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ അവർക്ക് കൺസിഡറേഷൻ ആയിട്ട് കൊടുത്തത് എന്താണ്, ഷെയർ ആണ്. ഷെയറിനകത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് വന്നതുകൊണ്ട് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ നോക്കിയേ ഇവിടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പം നമ്മൾ ആദ്യം തന്നെ എന്താണ്, നമുക്ക് ഇപ്പം നിലവിൽ എന്ത് ഷെയർ ക്യാപിറ്റൽ ആണോ ഉള്ളത് അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എഴുതുക. അപ്പോൾ നോക്കിയേ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ 2015 2 ലക്ഷവും 2016 2,50,000 ഉണ്ട്. അപ്പം ഷെയർ ക്യാപിറ്റൽ എന്താണ്, ലയബിലിറ്റി സൈഡിലായതുകൊണ്ട് എന്താണ്, എൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ആണ്. അപ്പോൾ എൻ്റെ ഓപ്പണിംഗ് എഴുതേണ്ടത് എവിടെയാണ്, ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്ക് എഴുതാം ബൈ ബാലൻസ് ബ്രോഡ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എഴുതി. എത്രയാണ് എമൗണ്ട്, 2 ലക്ഷം.
2015 എഴുതിയത്. ഇനി 2016 തന്നിരിക്കുന്ന ക്ലോസിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എഴുതാം ടു ബാലൻസ് ക്യാരിഡ് ഔട്ട്. എത്രയാണ്? 2,50,000. അപ്പോൾ നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഓപ്പണിംഗും എഴുതി ക്ലോസിംഗും എഴുതി. ഇനി നോക്കിയേ, ഇനി ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞ എന്താണ്, നമ്മൾ 50,000 നമ്മുടെ കമ്പനിയുടെ ഷെയർ ആണ്, 50,000ന്റെ ഷെയർ ആണ് നമ്മൾ എന്ത് ചെയ്ത് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ നോക്കിയേ, അവരുടെ സ്റ്റോക്ക് 20,000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ 20,000 രൂപയുടെ എന്ത് കൊടുത്തു? ഷെയർ ആണ് കൊടുത്തത്. അതേപോലെ മെഷീനറി 25,000 രൂപയുടെ മെഷീനറി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അവർക്ക് 25,000 രൂപയുടെ ഷെയർ ആണ് കൊടുത്തത്. അപ്പോൾ നോക്കിയേ, അങ്ങനെ മൊത്തം നമ്മൾ 50,000 രൂപയുടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കാം, നമ്മൾ എന്ത് ചെയ്തു? അവിടുന്ന് സ്റ്റോക്ക് വാങ്ങി. സ്റ്റോക്ക് വാങ്ങുമ്പോൾ നമ്മളിലോട്ട് സ്റ്റോക്ക് വരും. അപ്പോൾ എൻട്രി എന്താണ്? സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ. ഇനി അടുത്ത എന്ത് വാങ്ങി? മെഷീനറി വാങ്ങി അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ എഴുതും? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ. ഇനി കുറച്ച് സ്പേസ് ഇട്ടിട്ട് ടു ഷെയർ ക്യാപിറ്റൽ അല്ലേ? നമ്മൾ എന്താ കൊടുത്തത്? ഷെയർ കൊടുത്തത് കൊണ്ടാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതിയത്. ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിയെങ്കിൽ ടു ക്യാഷ് എന്ന് എഴുതുമായിരുന്നു. അപ്പോൾ നോക്കിയേ, ശരിക്കും നമ്മളിവിടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 50,000 രൂപയാണ് വരേണ്ടത് അല്ലേ? നോക്കിയേ, പക്ഷേ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടൊന്ന് മായ്ക്കുകയാണ്. പക്ഷേ ഇവിടെ നോക്കിയേ, സ്റ്റോക്ക് എത്രയാണ്? 20,000. മെഷീനറി എത്ര രൂപയുടെയാണ്? 25,000ത്തിൻ്റെയാണ്. അപ്പോൾ നോക്കിയേ, 50,000 രൂപയുടെ സ്റ്റോക്ക് നമ്മൾ കൊടുത്തു. പക്ഷെ ഇവിടെ ശരിക്കും എത്രയേ ഉള്ളൂ? 45,000 ഉള്ളൂ. അപ്പോൾ ഒരു 5,000 രൂപയുടെ ഡിഫറൻസ് വന്നല്ലോ. ഇതെന്തായിരിക്കും? ഗുഡ് വിൽ ആയിരിക്കും. ഓക്കെ, എഴുതാ ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ. അപ്പം നമ്മൾ 50,000 രൂപയുടെ ഷെയർ അങ്ങോട്ട് കൊടുത്തിട്ടാണ് സ്റ്റോക്കും മെഷീനറി ഇങ്ങോട്ട് വാങ്ങിയത്. അപ്പോൾ ക്യാഷ് അല്ല കൊടുത്തത്, ഷെയർ ആണ്. അപ്പോൾ എൻട്രി എങ്ങനെ വരും? സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ, മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് വരും. അപ്പോൾ ഇവിടെ ഈ എമൗണ്ടിനകത്തൊരു മിസ്മാച്ച് വന്നു അല്ലേ? നമ്മൾ അധികമായിട്ട് 5,000 കൊടുത്തു. ആ അധികമായിട്ട് കൊടുത്തത് എന്താണ്? ഗുഡ് വില്ലാണ്. അതുകൊണ്ട് അത് ഗുഡ് വിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അപ്പം നമുക്കിനി ബാക്കിയുള്ള നോക്കാം. ബൈ സ്റ്റോക്ക് എത്രയാണ്? എമൗണ്ട് 20,000. ഇനി എന്താ വാങ്ങിയത്? ബൈ മെഷീനറി എമൗണ്ട് 25,000. ഇനി എന്താണ്? ഒരു 5,000 ഡിഫറൻസ് ഉണ്ടല്ലോ, അതെന്താണ്? ഗുഡ് വില്ല് എമൗണ്ട് 5,000. നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ രണ്ടിടത്ത് എന്ത് തന്നെ വരും? 2,50,000 വരും. നോക്കാം. 2,00,000, 2,20,000, 2,45,000, 2,50,000. ഇവിടെയും 2,50,000. നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കറിയാവുന്ന സ്റ്റോക്കും മെഷീനറിയും എഴുതി കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ എന്ത് വരും? 2,45,000 വരും. ഇവിടെ 2,50,000 വരും. ആ ഡിഫറൻസിന് നേരെ നമ്മൾ ഗുഡ് വിൽ എന്ന് എഴുതിയാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ എൻട്രി എഴുതി നോക്കിയാലും നമുക്ക് ഈ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള അക്കൗണ്ട് നോക്കാം. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മെഷീനറി 8,000 രൂപയുടെ മെഷീനറി വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. തൊട്ട് താഴെ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മെഷീനറി അക്കൗണ്ട് ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് മെഷീനറിയുടെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതാം. അപ്പോൾ നോക്കിയേ, ഇവിടെ ഓപ്പണിംഗ് അതായത് 2015 1,50,000 രൂപയുടെ മെഷീനറി ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് ഓപ്പണിംഗ് ആണ്. നമുക്ക് എഴുതാം ടു ബാലൻസ് ബ്രോഡൗൺ. എമൗണ്ട് എത്രയാണ്? 1,50,000. ഇതോടൊപ്പം ക്ലോസിംഗ് എഴുതാം. ക്ലോസിംഗ് ആണ് ക്രെഡിറ്റിലാണ് വരേണ്ടത്. ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ്? എമൗണ്ട് 1,69,000. ഇനി നോക്കിയേ, ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞ എന്താണ്? ഇവിടെ 8,000 രൂപയുടെ മെഷീനറി വാങ്ങി. മെഷീനറി വാങ്ങുമ്പോൾ എൻട്രി എന്താണ്? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എമൗണ്ട് 8,000. ഇനി തൊട്ടടുത്ത അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് മെഷീനറിക്ക് 14,000 രൂപയുടെ എന്ത് സംഭവിച്ചു? ഡിപ്രീസിയേഷൻ സംഭവിച്ചു. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ എവിടെയാണ്? ക്രെഡിറ്റിലാണ് വരേണ്ടത്. കാരണം ഡിപ്രീസിയേഷന്റെ എൻട്രി എന്താണ്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി എന്നാണ്. കാരണം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷനെ ഡെബിറ്റ് ചെയ്യും. ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ മെഷീനറിയുടെ എമൗണ്ട് അല്ലെ വാല്യൂ കുറയും. അപ്പോൾ മെഷീനറിയുടെ വാല്യൂ കുറയണമെങ്കിൽ മെഷീനറിയെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എങ്ങനെയാണ്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി എന്നാണ്. അപ്പോൾ ഇവിടെ ബൈ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയാണ്? 14,000.
ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം എഴുതാണ്ട്. കാരണം എന്താണ്, നമ്മളിവിടെ ഷെയർ കൊടുത്ത് മറ്റൊരു കമ്പനിയുടെ 2 അസറ്റ്സ് അല്ലേ, സ്റ്റോക്കും അതുപോലെ തന്നെ മെഷീനറിയും നമ്മൾ വാങ്ങിയിരുന്നു. അപ്പോൾ അവിടെ മെഷീനറി വാങ്ങുമ്പോൾ നമുക്ക് എന്തായിരുന്നു, ഷെയർ ക്യാപിറ്റൽ, നമ്മൾ ഷെയർ കൊടുത്തിട്ടാണ് 25,000 രൂപയുടെ മെഷീനറി വാങ്ങിയത്. അപ്പോൾ എൻട്രി എന്തായിരുന്നു, മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതേണ്ടത്, ടു ഷെയർ ക്യാപിറ്റൽ. ക്യാഷ് കൊടുത്ത് വാങ്ങിയത് നമ്മൾ ടു ക്യാഷ് എന്ന് എഴുതി, ഷെയർ കൊടുത്ത് വാങ്ങിയോണ്ട് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതുക. എമൗണ്ട് എത്രയാണ്, 25,000. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ 1,83,000 വരും, ഇവിടെ 1,83,000 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ടോട്ടൽ ചെയ്യാണ് 1,83,000. ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത് ഇത്രയാണ് മെഷീനറിയുടെ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വരയ്ക്കേണ്ടത് എന്താണ്, ഇവിടെ ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ പറയുന്നത് കൊണ്ട് നമുക്ക് ബിൽഡിംഗ് അക്കൗണ്ട് വരയ്ക്കാം. അപ്പം നമ്മളിവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ആണ് വരച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ഓപ്പണിംഗ് എഴുതാം. അപ്പോൾ ഓപ്പണിംഗ് എവിടെയാണ്, ഡെബിറ്റ് സൈഡ് ആണ്. ടു ബാലൻസ് ബ്രോ ഡൗൺ 2015 എത്രയായിരുന്നു, 2 ലക്ഷമാണ് ഓപ്പണിംഗ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ക്ലോസിംഗ് എഴുതാം. എവിടെയാണ്, ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ. എമൗണ്ട് എത്രയാണ്, 1,90,000. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് പറയുന്നുണ്ട്, ഡിപ്രീസിയേഷൻ 10,000 രൂപയുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നുണ്ട്. ഒരു അസറ്റ് ഡിപ്രീസിയേഷൻ സംഭവിച്ചാൽ ആ അസറ്റിന്റെ വില കുറയും. അസറ്റിന്റെ വില കുറയണമെങ്കിൽ എവിടെ കാണും, ക്രെഡിറ്റിലാണ് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് എഴുതാം ബൈ ഡിപ്രീസിയേഷൻ. ബൈ ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയാണ്, 10,000. നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ എത്ര തന്നെ വരും, ഇവിടെ 2 ലക്ഷം, ഇവിടെയും 2 ലക്ഷം. അപ്പം നമ്മുടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ടും കഴിഞ്ഞു. അപ്പം നമ്മൾ എല്ലാ അക്കൗണ്ട്സും വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമുക്ക് വരയ്ക്കണം. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അത് ആദ്യം എന്താണ്, പ്രോഫിറ്റ് ഓൺ ക്ലോസിംഗ് ബാലൻസ് എഴുതുക. അതിൽ നിന്നും ഓപ്പണിംഗ് ബാലൻസ് കുറച്ചിട്ട് നമ്മുടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം എഴുതേണ്ടത് എന്താണ്, പ്രോഫിറ്റ് ഓൺ ക്ലോസിംഗ് ബാലൻസ്. ഇവിടെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ 2016 എത്രയാണ്, 30,600 നമുക്ക് ഔട്ടർ കോളത്തിൽ എഴുതാം 30,600. അതിൽ നിന്നും എന്ത് കുറയ്ക്കുക, പ്രോഫിറ്റ് ഓൺ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്, 30,500. 30,600 നിന്നും 30,500 പോയാൽ ബാലൻസ് 100. അതിന് നേരെ എഴുതുക കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് കറണ്ട് ഇയർ പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് നോൺ ക്യാഷ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റീവ് എക്സ്പെൻസസും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോൺ ക്യാഷ് എക്സ്പെൻസ് ആയിട്ട് എന്തുണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിപ്രീസിയേഷൻ കൂട്ടാം. അപ്പോൾ ആഡ് എന്ന് എഴുതിയിട്ട് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഇവിടെ 2 ഐറ്റംസ് ഉണ്ട് അല്ലെ, എന്തൊക്കെയാണ്, ഡിപ്രീസിയേഷൻ്റെ ബിൽഡിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്കത് എഴുതാം ബിൽഡിംഗ്. പിന്നെ എന്താണുള്ളത്, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറിയും ഉണ്ട്. ഇവിടെ ഇന്നർ കോളത്തിൽ എഴുതുക, ബിൽഡിങ്ങിൻ്റെ എത്ര ആയിരുന്നു, 10,000, മെഷീനറിയുടേത് 14,000. ഇനി അടുത്ത എന്താണ്, ഇനി നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമ്മളിനി വരച്ചിരിക്കുന്ന എല്ലാ അക്കൗണ്ടും നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം വരച്ച പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ടിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ടാക്സ് പെയ്ഡ് തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ അക്കൗണ്ട് വരച്ചപ്പം അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റിൽ ബാലൻസ് കിട്ടി. അതെന്താണ്, ടാക്സ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ആണ്. അപ്പോൾ ടാക്സ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഉണ്ടെങ്കിൽ നമ്മൾ അത് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എഴുതാം ടാക്സ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഇപ്പോൾ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ച എമൗണ്ട് എന്ന് പറയുന്നത് 33,000. ഇനി അങ്ങനെ അക്കൗണ്ട് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ടാക്സ് പെയ്ഡ് ഇവിടെ അങ്ങ് ആഡ് ചെയ്യണമായിരുന്നു. നോക്കിയാൽ ഡിവിഡൻഡ് നമ്മൾ അക്കൗണ്ട് ഒന്നും വരച്ചില്ല. ഇവിടെ ആകെ ഡിവിഡൻഡ് പെയ്ഡ് മാത്രമാണ് തന്നത്. അതുകൊണ്ട് ആ ഡിവിഡൻഡ് പെയ്ഡ് നമുക്ക് ഇവിടെ അങ്ങ് എഴുതാം. ഡിവിഡൻഡ് പെയ്ഡ്. അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിലോ നമ്മൾ അക്കൗണ്ട് വരച്ചിട്ട് ഡിവിഡൻഡ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ കണ്ടുപിടിച്ചാൽ അതേ ഇവിടെ എഴുതാൻ പാടുള്ളൂ. ഇപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഡിവിഡൻഡ് പെയ്ഡ് തന്നെ എഴുതുക. എമൗണ്ട് 23,000. ഇനി ഇവിടെ എന്താ ഉള്ളത്, നമ്മൾ
റിസർവ് ആൻഡ് സർപ്ലസിന്റെ എന്താണ് നോൺ സ്റ്റോക്ക് അക്കൗണ്ടിൽ തന്നിട്ടുള്ളത് നോക്കുക. അപ്പൊ റിസർവ് ആൻഡ് സർപ്ലസിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉള്ളത് നമ്മൾ എടുത്തു. ഇനി ഒരു ഐറ്റം ഉണ്ട്, ഏതാണ്? ജനറൽ റിസർവ്. ജനറൽ റിസർവ് എന്നത് 2015 50,000 രൂപയായിരുന്നു. 2016 ആയപ്പോൾ അത് 60,000 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നും 10,000 രൂപ നമ്മൾ ജനറൽ റിസർവിലോട്ട് മാറ്റിയിട്ടു. അപ്പൊ നമ്മൾ ആ 10,000 രൂപയെ നമ്മളിവിടെ ആഡ് ചെയ്യണം. അപ്പൊ എഴുതുക ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എമൗണ്ട് എത്രയാണ്? 10,000. ഇത് നോക്കിയേ, ഇനി അടുത്ത് എന്താ ഉള്ളത്? നമ്മളുടെ ബാലൻസ് ഷീറ്റിനകത്ത് എന്തെങ്കിലും ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടോ നോക്കുക. അപ്പൊ ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടെങ്കിൽ അത് കുറയുവാണെങ്കിൽ നമ്മൾ അത് റൈറ്റ് ഓഫ് ചെയ്യുന്നത് ഇവിടെ എഴുതും. ഇപ്പൊ ഇവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, എന്താണ്? ഗുഡ് വില്ല്. പക്ഷെ ആ ഗുഡ് വില്ല് ഈ വർഷം 5,000 രൂപ ഉണ്ടായതാണല്ലേ, അത് നമ്മൾ ഇവിടെ കാണിക്കാൻ പാടില്ല. നേരെ മറിച്ച് കഴിഞ്ഞ വർഷം ഒരു 10,000 ഉണ്ടായിരുന്നു, ഈ വർഷം ഒരു 5,000 ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡിഫറൻസ് നമ്മളിവിടെ റൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിക്കണം. അതേപോലെ എല്ലാ പ്രിലിമിനറി എക്സ്പെൻസസിന്റെ റൈറ്റ് ഓഫ് ഇവിടെ കാണിക്കണം. ഇപ്പൊ ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാണിക്കണ്ട. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഈ എക്സ്പെൻസ് എല്ലാം കൂടെ കൂട്ടാം. ഈ എക്സ്പെൻസ് എല്ലാം കൂടെ കൂട്ടുമ്പം നമുക്ക് കിട്ടുന്നത് 90,000 ആണ്. നമുക്കത് ഔട്ടർ കോളത്തിൽ കാണിക്കാം. ഇനി എന്ത് ചെയ്യാം? ഈ 100 നമ്മുടെ കറണ്ട് ഇയർ പ്രോഫിറ്റ്. അതിനോടൊപ്പം ഈ 90,000 കൂട്ടുമ്പം 90,100 നമുക്ക് എന്ത് കിട്ടുന്നത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഇവിടെ കുറയ്ക്കാൻ എന്തില്ല? നോൺ ഓപ്പറേറ്റീവ് ഇൻകം ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇവിടെ കുറയ്ക്കാത്തത്. ഇവിടെ ആഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 90,100 എന്ന് കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് ഘട്ടം എന്താണ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, നമ്മളുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമ്മുടെ ഷെയർ ക്യാപിറ്റൽ ആണ്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ നോക്കുമ്പോഴേ അവിടെ എന്തുണ്ട്? ഒരു 50,000 രൂപയുടെ പുതിയൊരു ഇഷ്യൂ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഓൾറെഡി ഷെയർ ക്യാപിറ്റലിന്റെ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ അക്കൗണ്ട് എടുക്കാം. അപ്പൊ അക്കൗണ്ടിനകത്ത് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ വേറൊരു കമ്പനിയിൽ നിന്നും എന്ത് വാങ്ങിച്ചിരുന്നു? സ്റ്റോക്കും മെഷീനറിയും ഒക്കെ വാങ്ങിയിരുന്നു. അപ്പൊ അതിലാണ് നമ്മൾ നമ്മുടെ ഷെയർ കൊടുത്തിട്ടാണ് ഇതൊക്കെ വാങ്ങിയത്. അപ്പൊ മെഷീനറി വാങ്ങിച്ച കാര്യം നമ്മളുടെ മെഷീനറി അക്കൗണ്ടിനകത്ത് കാണിച്ചിരുന്നു. എന്നാൽ സ്റ്റോക്ക് വാങ്ങിയ നമ്മൾ എവിടെയും കാണിച്ചിട്ടില്ല. അപ്പം ഈ സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തല്ലോ, അപ്പൊ അതിവിടെ കാണിക്കണം. അപ്പം സോഴ്സസിനകത്ത് കാണിക്കുക, ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ സ്റ്റോക്ക്. എത്രയായിരുന്നു? 20,000. സ്റ്റോക്ക് വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തു, അതിവിടെ കാണിച്ചു. ഇനി അടുത്ത എന്താണുള്ളത്? പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് വരച്ചിരുന്നു. അപ്പൊ അവിടെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാക്സ് അടച്ചത് കാണിച്ചിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് അടയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നതാണ്. അപ്പൊ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം 28,000. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടായിരുന്നു? ഡിവിഡൻഡ് പെയ്ഡ് എന്ന അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം ഡിവിഡൻഡ് പെയ്ഡ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പെയ്ഡ് എന്ന് പറയുന്ന ഐറ്റംസ് എല്ലാം ആപ്ലിക്കേഷനകത്ത് കാണണം, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതാണ്. ഡിവിഡൻഡ് പെയ്ഡ് എത്രയാണ്? 23,000. ഇത് നോക്കിയാൽ നമ്മളിവിടെ മെഷീനറി വാങ്ങിയിരുന്നു അല്ലേ. മെഷീനറി വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവും. അപ്പൊ നമുക്ക് എഴുതാം മെഷീനറി പർച്ചേസ്. എത്രയാണ്? 8,000 രൂപയുടെ മെഷീനറി വാങ്ങിയിരുന്നു. അപ്പൊ എഴുതാം മെഷീനറി പർച്ചേസ്ഡ് എമൗണ്ട് 8,000. ഇനി അടുത്ത് എന്താ ഉള്ളത്? ഇനി നമ്മളുടെ ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ ഷെയർ ക്യാപിറ്റൽ നോക്കണം. തൊട്ടടുത്തായിട്ട് ലോങ് ടൈം ബോറോവിങ്സ് ഉണ്ടെങ്കിൽ അതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലോങ് ടൈം ബോറോവിങ്സ് എന്ന് പറഞ്ഞിട്ട് 10% ബാങ്ക് ലോൺ. എത്രയാണ്? 70,000 രൂപയുടെ ബാങ്ക് ലോണിന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ അത് 2015 മാത്രമേ ഉള്ളൂ അല്ലെ. 2016 അങ്ങനെ ഒരു ബാങ്ക് ലോൺ ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ ബാങ്ക് ലോൺ കൊടുത്ത് തീർത്തു. ബാങ്ക് ലോൺ കൊടുത്ത് തീർത്തു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഫണ്ട് പോവാണ്. അപ്പൊ ആപ്ലിക്കേഷനകത്താണ്. മാത്രമല്ല നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷനകത്ത് പറയുന്നുണ്ട് ബാങ്ക് ലോൺ റീപേ ചെയ്തു. അപ്പൊ എഴുതാം ബാങ്ക് ലോൺ റീപെയ്ഡ്. ബാങ്ക് ലോൺ റീപെയ്ഡ് എത്രയാണ്? 70,000. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി. ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് എന്താണ്? നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ സോഴ്സ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 18,900 ആണ്. അത് എഴുതാം. ഇനി അടുത്ത എന്താണ്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. അപ്പൊ അത് എഴുതാം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. എത്രയായിരുന്നു? 90,100.
അപ്പോൾ നമ്മളുടെ ബാലൻസ് ഷീറ്റ് നോക്കി ഷെയർ ക്യാപിറ്റലും ലോങ് ടൈം ബോറോവിങ്സിനകത്തുള്ള മാറ്റങ്ങൾ നമ്മൾ ഇതിൽ എഴുതണം. അതിനുശേഷം നമ്മൾ നോക്കേണ്ട എന്താണ്, നമ്മൾ വരച്ചിട്ടുള്ള അക്കൗണ്ട്സ് ആണ്, അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി. പിന്നെ നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻ നോക്കുക, അതിൽ പെയ്ഡ് എന്ന് പറയുന്ന ഐറ്റംസ് എല്ലാം ആപ്ലിക്കേഷനകത്ത് വരും. പിന്നെ നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്തപ്പോൾ അതിൽ നെറ്റ് ഡിക്രീസ് ആയതുകൊണ്ട് സോഴ്സസിൽ വന്നു, നെറ്റ് ഇൻക്രീസ് ആയിരുന്നെങ്കിൽ ആപ്ലിക്കേഷനകത്ത് വന്നേനെ. പിന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷനും എഴുതാം. ഇനി നമുക്കിത് ടാലി ആണോ നോക്കാം. അപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,29,000 കിട്ടും. ഇവിടെ നമുക്ക് ടോട്ടൽ ചെയ്യുമ്പം 1,29,000. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, രണ്ട് സൈഡും ടാലി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റും കഴിഞ്ഞു.